ബാഹുബലിക്ക് ശേഷം ഒരു പാൻ ഇന്ത്യൻ സിനിമയായി ഇറങ്ങിയ സിനിമയാണ് KGF. അതിന്റെ 2 ഭാഗങ്ങളും പാൻ ഇന്ത്യൻ ബ്ലോക്ക് ബസ്റ്ററായി മാറി. അതുപോലെ KGFന്റെ ഡയറക്ടറായ പ്രശാന്ത് നീലിൻ്റെതായി പ്രഭാസിനൊപ്പം പുറത്തിറങ്ങിയ സിനിമയാണ് സലാർ. സലാർ എന്ന സിനിമയ്ക്ക് പാർട്ട് 2 ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ KGFന് ഇനിയൊരു തേർഡ് പാർട്ട് ഉണ്ടാകുമോ എന്നുള്ള കാര്യം എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യമായിരുന്നു. ആരാധകരുടെ ഈ സംശയങ്ങൾക്കൊക്കെ ഉത്തരമായിട്ട് ഹൊമ്പാലെ ഫിലിംസ് ഒരു ന്യൂസ് പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ. സലാർ പാർട്ട് 2വിൻ്റെയും KGF പാർട്ട് 3യുടെയും ഷൂട്ടിംഗ് പ്രശാന്ത് നീൽ അതുപോലെ JR NTRുമായിട്ടുള്ള സിനിമ പൂർത്തീകരിച്ചതിന് ശേഷം ആരംഭിക്കുമെന്നാണ്. 2026 പ്രശാന്ത് നീൽ നമ്മുടെ NTR സിനിമ റിലീസാകും. അതുപോലെ KGF സലാർ ഫ്രാഞ്ചൈസികൾ ഒരുമിപ്പിക്കും എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്ത് വരുന്നുണ്ട്. തെലുങ്കിൽ നിന്ന് പ്രഭാസ്, കന്നഡയിൽ നിന്ന് യാഷ്, തമിഴിൽ നിന്ന് അജിത് കുമാർ, അതുപോലെ മലയാളത്തിൽ നിന്ന് നമ്മുടെ പൃഥ്വിരാജ്. അങ്ങനെ വലിയ താരനിര ആയിട്ടാണ് KGF സലാർ ഫ്രാഞ്ചൈസികൾ വരാൻ പോകുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് KGF ഫ്രാഞ്ചൈസിയിൽ അജിത് കുമാർ ഉണ്ടാകുമെന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. ഒരുപക്ഷെ ഇത്തവണ അജിത് കുമാർ വരുന്നത് നായകനായിട്ടാവില്ല, ദേവിയുടെയും റോക്കിയുടെയും വില്ലനായിട്ടാണ്. പ്രഭാസിന്റെയും അതുപോലെ തന്നെ യാഷിന്റെയും. നിലവിൽ 2000 കോടി കളക്ഷൻ നേടിയുള്ള സിനിമ ആകെ ബാഹുബലി മാത്രമാണ്. ആ ഒരു ലിസ്റ്റിലേക്ക് KGF അതുപോലെ സലാർ ഫ്രാഞ്ചൈസികൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ഒരു ഫ്രാഞ്ചൈസി വരികയാണ്, ഇത്രയും വലിയൊരു താരനിരയായിട്ട് ഒരു ഫ്രാഞ്ചൈസി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് 2000 കോടി എത്തും. 2000 കോടി ക്ലബിലേക്ക് പുഷ്പ 2ഉം എത്തുമെന്നുള്ളത് വാർത്തകളും വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 1600-1700 കോടിയോളം പുഷ്പ 2 കളക്ട് ചെയ്ത് കഴിഞ്ഞു. അതെന്തായാലും 2000 കോടിയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷയുണ്ട്. അത് കഴിഞ്ഞാൽ ഇനിയൊരു വലിയ പടം വരാനിരിക്കുന്ന ശരിക്കും ഈ ഒരു KGFന്റെയും സലാറിന്റെയും 2ാം ഭാഗങ്ങൾ തന്നെയാണ്. അതുപോലെ കൽക്കി, അങ്ങനെയുള്ള സിനിമകൾ മാത്രമാണ്. ആ സിനിമകളൊക്കെ 2000 കോടിയിൽ എത്തുമോ എന്നുള്ള കാര്യം ഉറപ്പില്ല. പക്ഷെ KGF ഫ്രാഞ്ചൈസി എത്താൻ സാധ്യതയുണ്ട്. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അജിത് കുമാറിന്റെ എൻട്രി, പൃഥ്വിരാജ്, അങ്ങനെ പ്രഭാസ്, യാഷ് ഇവരൊക്കെ ഒന്നിക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു ഫ്രാഞ്ചൈസി വരികയാണെങ്കിൽ എന്തായാലും അത് വലിയൊരു ഹിറ്റ് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുപോലെ ബില്ലയിലും മങ്കാത്തയിലും നമ്മുടെ അജിത്തിന്റെ നെഗറ്റീവ് സൈഡ് നമ്മൾ കണ്ടതാണ്. വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ 2 കൊമ്പന്മാരെ നേരിടുന്ന കടുവയായി അജിത് കുമാറിനെ ഈ ഒരു ഫ്രാഞ്ചൈസിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ സലാർ 2വിൽ പൃഥ്വിരാജിന്റെ വേഷം പുഷ്പയിൽ ഫഹദിനുണ്ടായ പോലെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. കാരണം കട്ടയ്ക്ക് തന്നെയുള്ള കഥാപാത്രങ്ങളായിട്ടാണ് സലാർ ആദ്യ ഭാഗത്തിൽ പൃഥ്വിരാജിനെയും പ്രഭാസിനെയും കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രത്തിൽ പൃഥ്വിരാജ് നമ്മുടെ പ്രഭാസിനൊപ്പം കട്ടയ്ക്കുള്ള ഒരു വേഷമായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുക. അതുപോലെ ഇങ്ങനെ ഒരു ഫ്രാഞ്ചൈസി വരികയാണെങ്കിൽ എന്തായാലും നല്ല രീതിയിൽ തന്നെ സിനിമയ്ക്ക് കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കാനുള്ള ഒരു ശക്തിയും ഉണ്ടാകും. അതുപോലെ പ്രശാന്ത് നീലിൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെ വേറെ റേഞ്ചിലെത്താനാണ് ഈ ഫ്രാഞ്ചൈസിന് സാധ്യതയുള്ളത്. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.